ഇനി നമുക്കുണ്ടായേക്കാവുന്ന മറ്റൊരു സംശയമാണ്, അവസ്ഥ ളുഹറിൻ്റെതായാലും അസറിൻ്റെതായാലും ഏത് റക്അത്തായിരുന്നാലും ആദ്യത്തെ 2 റക്അത്തുകളിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതൽ നമുക്കൊക്കെ പരിചയമുണ്ട്, അത് സുന്നത്തുമാണ് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അവസാനത്തെ 2 റക്അത്തുകളിൽ ഇപ്പൊ നമ്മൾ വെറും ഫാത്തിഹ ഓതിയിട്ട് അവസാനിപ്പിക്കുന്ന റക്അത്തുകളുണ്ട്, അതിൽ സൂറത്ത് ഓതാൻ പറ്റുമോ? സൂറത്ത് ഓതേണ്ടതുണ്ടോ? പ്രവാചകൻ വല്ലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതിനുള്ള മറുപടിയാണ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഈ ഹദീസ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ ഫീ സ്വലാത്തിൽ ദുഹരി ഫി റകഅത്തൈനിൽ ഊലയൈനി ഫീ കുല്ലി റകഅ ഖദറ 30 ആയ വഫിൽ ഉഖറയൈനി ഖദറ 15 ആയതൻ ഔ ഖാല നിസ്ഫ ദാലിക്. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നബിയുടെ പതിവായിരുന്നു യഖറഉ ഫീ സ്വലാത്തിൽ ദുഹരി, ളുഹർ നമസ്കാരത്തിൽ അവിടുന്ന് പാരായണം ചെയ്യും ആദ്യത്തെ 2 റക്അത്തുകളിൽ ഓരോ റക്അത്തിലും 30 ആയത്ത് ഓതുന്ന കണക്കിന് നബി ഓതുന്നു. അപ്പൊ നമുക്കൊരു പുതുമയായിട്ട് തോന്നും. നമ്മൾക്ക് ആകെ പരിചയം ളുഹറിലൊന്നും തീരെ വല്ല കുല്ലൗദർബിൽ ഫലൊക്കെ ഓതി നിസ്കരിക്കുന്ന പരിപാടിയാണ്. നബി ളുഹറിന്റെ ആദ്യത്തെ റക്അത്തിൽ ഒരു 30 ആയത്ത് ഓതുന്ന അത്ര ഓതും. പിന്നെ വഫിൽ ഉഖറയൈനി അവസാനത്തെ 2 റക്അത്തുകളിൽ 15 ആയത്ത് ഓതുന്ന അത്രയും ഓതും. അപ്പൊ ളുഹറിന്റെ 4 റക്അത്തിലും നമുക്ക് സൂറത്ത് ഓതുന്നത് കൊണ്ട് വിരോധമില്ല. ആദ്യത്തെ 2 റക്അത്തുകളിൽ മാത്രമേ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതേണ്ടതുള്ളൂ. മറ്റുള്ളതിൽ ഓതിയാൽ കുഴപ്പമാണ് ആരും ധരിക്കേണ്ടതില്ല. സമയവും സൗകര്യത്തിനും അനുസരിച്ച് എല്ലാ റക്അത്തുകളിലും ഫാത്തിഹയ്ക്ക് ശേഷം നമുക്ക് കഴിയാവുന്ന സൂറത്തുകളോ അല്ലെങ്കിൽ ആയത്തുകളോ പാരായണം ചെയ്യാവുന്നതാണ്. അത് അനുവദനീയമാണ്. പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടുമുണ്ട് എന്ന് ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ ബാബുൽ ഖിറാഅത്തി ഫിൽ ളുഹരി വൽ അസ്രി, ളുഹറിലും അസ്റിലും പ്രവാചകന്റെ ഖിറാഅത്ത് എങ്ങനെയായിരുന്നു എന്ന അധ്യായത്തിന്റെ ചുവടെ ഈ ഹദീസിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്.